ഹായ് ഫ്രണ്ട്സ്, പെറ്റ്സ് ഫാക്ടറിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കോഴിക്കുഞ്ഞുങ്ങൾ, അതായത് തനി നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ സെയിലിനായിട്ടുണ്ട്. അപ്പം അതിൻ്റെ വിശേഷവും പിന്നെ നമ്മുടെ കൂട്ടിൽ ചെറിയൊരു അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കൂട് നനയണ ഒരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് കോഴികൾക്ക് അസുഖങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ മഴ നനഞ്ഞ് ചെളി ആയി കഴിയുമ്പോൾ നമുക്ക് തീറ്റ കൊടുക്കാൻ പോകാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ അതിന് പരിഹാരമായിട്ട് നമ്മുടെ കൂടിൻ്റെ മുകളിൽ ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ ഒരു ഷീറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഫ്ലെക്സിൻ്റെ ഷീറ്റാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. നല്ല ഹ്യൂജ് സൈസിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് 31 അടി നീളം 30 അടി വീതിയുള്ള ഷീറ്റാണ്. അതായത് നന്നായിട്ട് ലോങ് ലാസ്റ്റ് കിട്ടുന്ന ടൈപ്പ് ഒരു ഫ്ലെക്സ് ഷീറ്റാണല്ലോ. നമുക്ക് റേറ്റ് ആയത് 1500 രൂപയാണ് നമുക്ക് റേറ്റ് ആയിട്ടുള്ളത്. പക്ഷേ ഇത് വിരിച്ചതിന് ശേഷം കൂടിൻ്റെ അകത്ത് നല്ല ഇരുട്ടാണല്ലോ. അപ്പോൾ നമുക്കിനി എന്തെങ്കിലും ലൈറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും സെറ്റ് ചെയ്ത് കൊടുക്കാതെ നമ്മുടെ കോഴികളെ വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ബാച്ച് പുള്ളിക്കുഞ്ഞുങ്ങളെ നമ്മൾ നല്ല ഹൈ ക്വാളിറ്റി പുള്ളിക്കുഞ്ഞുങ്ങളെ എടുത്തിട്ടുണ്ടായിരുന്നുണ്ട്, ഡേ ഓൾഡ് ചിക്സ്. ഇപ്പോൾ ഏകദേശം അതൊരു 2 മാസം പ്രായം ആയിട്ടുണ്ട്. അപ്പോൾ ആ കുഞ്ഞുങ്ങളെ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അതുപോലെ തന്നെ നമുക്ക് സെയിൽ ചെയ്യാനായിട്ടുള്ള കുഞ്ഞുങ്ങളെയും ഈ വീഡിയോയിൽ കാണിച്ചിട്ട് തരാം. അപ്പോൾ ഈ ബാച്ചിലുള്ള ചെറിയ കുഞ്ഞുങ്ങളാണ് നമ്മളിപ്പോൾ പുള്ളിക്കോഴികളുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പാരൻറ്റ് സ്റ്റോക്കിലേക്ക് ആയിട്ട് മേടിച്ചിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉള്ള കുഞ്ഞുങ്ങളാണ് എല്ലാം. നല്ല അടിപൊളി കുഞ്ഞുങ്ങളാണ് ഇതെല്ലാം. നമ്മുടെ കയ്യിൽ പുള്ളി സ്റ്റോക്ക് കുറവായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പുള്ളി ലൈനേജിലുള്ള കോഴികൾ ഇറക്കിയത്. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ കുഞ്ഞ് വിരിഞ്ഞിറങ്ങിയ പെടകളാണല്ലോ. ഇപ്പോൾ അത് കന്നിപ്പെടയാണ്. ഇപ്പോൾ മുട്ടയിട്ട് തുടങ്ങി, ആദ്യത്തെ സെറ്റ് മുട്ടയിട്ട് തുടങ്ങി. അപ്പോൾ ഈ ബാച്ച് കുഞ്ഞുങ്ങൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഈ ഒരു ഓൾഡ് ലൈനേജ് മോഡൽ നന്നായിട്ട് അടയിരിക്കുന്ന ടൈപ്പാണല്ലോ. അധികം വലിപ്പം ഉണ്ടാവില്ല, ചെറിയ പെടക്കോഴികളായിരിക്കും. ഇതിപ്പോൾ ഈ നെക്ക് ഒക്കെ നമ്മളിപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നിർത്തി ഇപ്പോൾ മുട്ടയിട്ട് തുടങ്ങിയതാണ്. ഇതും അതുപോലെ തന്നെ ഇപ്പോൾ മുട്ടയിട്ട് തുടങ്ങിയിട്ടുള്ളൂ. ഇതൊക്കെ കന്നിപ്പെടകളാണ് കേട്ടോ. നമ്മൾ തന്നെ വിരിച്ചിറക്കിയ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഈ മോഡൽ കുഞ്ഞുങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പാരൻറ്റ് സ്റ്റോക്കായിട്ട് നമ്മൾ നിർത്തിയിട്ടുള്ള കുഞ്ഞുങ്ങൾ കേട്ടോ. ഇനിയുണ്ട്, അപ്പുറത്തെ സൈഡിലേക്കൊക്കെ ഉണ്ട് കുഞ്ഞുങ്ങൾ. പിന്നെ ഇവിടെ കുറച്ച് ടീംസ് പൊരുന്തിയിരിക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് പൊരുന്തലുള്ള കോഴികൾ തന്നെയാണ്. ഒരു കോഴി പോലും നമ്മുടെ പൊരുന്താതിരിക്കില്ല കേട്ടോ. അതുപോലെ തന്നെ കാണിച്ചു തരാം. ഇതൊക്കെ നമ്മുടെ പാരൻറ്റ് സ്റ്റോക്കാട്ടോ. അതൊക്കെ പൊരുന്തിരിക്കുകയാണ്. മുട്ടയിട്ടിട്ട് പൊരുന്തിരിക്കുന്ന കേട്ടോ. മുട്ട നമ്മൾ അട വച്ചിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ പുള്ളിക്ക് ഉണ്ടോ, നല്ല ഇറക്കി വിട്ടാലും പോകില്ല കേട്ടോ. അത്രയും നല്ല പൊരുന്താണ്. ഇപ്പോൾ മുട്ട വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കോഴികൾ. ഇനി നമുക്ക് അപ്പോൾ ഈ ബാച്ചിലുള്ള ഈ കാണുന്ന കുഞ്ഞുങ്ങളാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ളത്. ഇത് 1 മാസം പ്രായം കഴിഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങളാണ് കേട്ടോ. നമുക്ക് ഓൾറെഡി ഇത് സെയിലായി കിടന്ന കുഞ്ഞുങ്ങളായിരുന്നു. പക്ഷേ കസ്റ്റമറിന് പെട്ടെന്ന് പുറത്തേക്ക് പോകേണ്ട ആവശ്യം വന്നുകൊണ്ട് ഒഴിവാക്കിയതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ അത് സെയിലായി പോകേണ്ടതായിരുന്നു. 1 മാസവും ഏകദേശം ഒരു 10 ദിവസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കുഞ്ഞുങ്ങൾ. 15 പീസോളം കുഞ്ഞുങ്ങളുണ്ട്. കൂട് തുറക്കാത്ത ഇവന്മാർ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ചാടി പോട്ടും. പിന്നെ പിടിക്കാൻ ഭയങ്കര പാടാണ്. ഇപ്പം ഇന്ന് തീറ്റ ഒന്നും കൊടുത്തിട്ടില്ല. ഗോതമ്പ് അത്ര താല്പര്യമില്ല. സ്റ്റാർട്ടറാണ് കൊടുക്കുന്നത്. സ്റ്റാർട്ടർ തീർന്നിരിക്കുന്നതുകൊണ്ട് ഗോതമ്പ് തിന്നാനുള്ള മടിയുണ്ട്. 15 പീസ് കുഞ്ഞുങ്ങളാണ് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട ലൈനേജിലുള്ള കുഞ്ഞുങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ പുള്ളി ലൈനേജിലും കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ നമ്പർ കൊടുക്കാം. വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയോ കോണ്ടാക്ട് ചെയ്യുകയോ ചെയ്തോളൂ. നമ്മൾ റേറ്റ് എല്ലാവരും ചോദിക്കും. നമ്മൾ റേറ്റ് നമ്മുടെ വീഡിയോയിൽ പറയാറുണ്ട്. 1 മാസം പ്രായമായ കുഞ്ഞിന് നമ്മൾ കൊടുക്കുന്നത് 120 രൂപ റേറ്റിലാണ് കേട്ടോ.
അപ്പോൾ ഇപ്പോൾ 1 മാസം കഴിഞ്ഞു, എന്നാലും നമ്മളിപ്പോൾ 120-നാണ് കൊടുക്കുന്നത്. ഇനി ഡേറ്റ് കൂടുന്നതനുസരിച്ച് നമ്മൾ റേറ്റിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. അതൊരു ബോക്സിന് 350 രൂപ മുതൽ 400 രൂപ വരെയാണ് ഇപ്പോൾ ആളുകൾ ചാർജ് ചെയ്യുന്നത്. ഹൈവേയിൽ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിൽ കാലടിക്ക് അടുത്ത് കാഞ്ഞൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഡയറക്റ്റ് വന്ന് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ വന്നെടുക്കാം. നേരിട്ട് വന്നെടുക്കുകയാണെങ്കിൽ നമ്മൾ എത്ര പീസായാലും കൊടുക്കും കേട്ടോ. ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ മിനിമം നമ്മളൊരു ബാച്ചായിട്ടാണ് കൊടുക്കാറ്. അപ്പോൾ മാക്സിമം 15 പീസ് എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. നല്ല ആക്റ്റീവായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. ഇപ്പോൾ തീറ്റ കിട്ടാത്തതിൻ്റെ ഒരു ഇതിലിങ്ങനെ നിൽക്കാണ്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നാടൻ കോഴി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ BSF ലാർവ നമുക്ക് കുറച്ച് കൾച്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഈസി ആയിട്ട് എങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം, അതെങ്ങനെ ഈസി ആയിട്ട് കോഴികൾക്ക് കൊടുക്കാം എന്നുള്ളൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.